നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് 2 മരണം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ആശങ്കയുയർത്തുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. കേരള NGO സംഘ് സംസ്ഥാന സമ്മേളനം കാസർഗോഡ് പുരോഗമിക്കുന്നു. BMS അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമയി പാണ്ഡ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനമൊരുക്കണമെന്ന ആവശ്യം. സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം 140-ാം ദിവസത്തിലേക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി. മാവില കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച പര്യടനം എടച്ചാക്കയിൽ സമാപിച്ചു. തൃക്കരിപ്പൂർ രാമവില്ലം കഴകത്തിൽ പെരുങ്കളിയാട്ട ഫണ്ട് സ്വരൂപണവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും 14-ന് നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പങ്കെടുക്കും. ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക സമ്മേളനം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് കഴിഞ്ഞ ദിവസം 2 മരണങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഓരോ ദിവസം കഴിയുന്തോറും പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ വർഷകാല രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. അതിർത്തി മേഖലകളിൽ അങ്ങിങ്ങായി പിടിപെട്ടിരുന്ന മഞ്ഞപ്പിത്തം നാട്ടിലാകെ പടരുകയാണ്. പട്ടണങ്ങളിൽ ഉൾപ്പെടെ മിക്കയിടങ്ങളിലും ഡെങ്കിപ്പനിയുമുണ്ട്. തോട്ടം മേഖലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലുണ്ടായ എലിപ്പനിയും കൂടുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത്. കുട്ടികളിലാണ് പനി കൂടുതലായും കണ്ടുവരുന്നത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രോഗികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് സർക്കാർ ആശുപത്രികളിലെത്തുന്ന രോഗികളെ വലയ്ക്കുകയാണ്. പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് ജില്ലയിൽ 2 പേരാണ് വ്യാഴാഴ്ച മരിച്ചത്. കണ്ണൂർ വനിതാ ജയിൽ സൂപ്രണ്ട് EK പ്രിയയും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KM ഹേമചന്ദ്രയുമാണ് മരണത്തിന് കീഴടങ്ങിയത്. ചർമ്മത്തിനും കണ്ണുകൾക്കും മഞ്ഞ നിറം, ഇരുണ്ട നിറമുള്ള മൂത്രം, കടുത്ത ക്ഷീണം, ഓക്കാനം, ഛർദി, വയറുവേദന, പേശിവേദന, പനി എന്നിവയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ. ഓരോ ലക്ഷണവും ഒന്നിന് പിറകെ ഒന്നായി കാണിക്കും. അതിനാൽ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ തന്നെ ചികിത്സ തേടാൻ വൈകരുതെന്ന് ഡോക്ടർമാർ ആവർത്തിക്കുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് അറിയിച്ചു. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. 13,196 പേരാണ് കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 145 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. 416 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. അതേസമയം തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7 ആയി. കാസർഗോഡ് ജില്ലയിലും ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചതായി വിവരമുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരവും കോളറയും H1N1 ദിനം പ്രതി വർദ്ധിക്കുന്നതായാണ് കണക്ക്. ഈ സാഹചര്യങ്ങളിൽ പ്രായമായവരും കുട്ടികളും മറ്റ് രോഗങ്ങളുള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകുന്നു. രോഗം പകരാനിടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യ വിദഗ്ധരെ വിവരമറിയിക്കണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO സംഘ് സംസ്ഥാന സമ്മേളനം കാസർഗോഡ് പുരോഗമിക്കുന്നു. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം. BMS അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമയി പാണ്ഡ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിൽ വിഷയനിർണയ സമിതി യോഗം, ഭാരവാഹി യോഗം എന്നിവയോടെയാണ് കഴിഞ്ഞ ദിവസം കേരള NGO സംഘ് 45-ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. സംസ്ഥാന പ്രസിഡന്റ് TN രമേശ് വെള്ളിയാഴ്ച രാവിലെ പതാക ഉയർത്തിയതോടെ ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്വർഗീയ ഗോപാൽ ചെട്ടിയാർ നഗറിൽ BMS അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമയി പാണ്ഡ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വസുധൈവ കുടുംബം was given the theme that is one earth, one family and one future. With that intention we are working at each and every corner, every part of the country. We will also go, and you know that as strong as we are united, as weak as we are divided. So जितना हम लोग हट जाएंगे, बढ़ते जाएंगे, उतना weak होते जाएंगे. But I am delighted after noticing such a huge
our brothers and sisters have gathered here in the form of this conference. I'm that much sure that the furthermore conference, whenever it will take place, maybe the other part will be the more crowded than these crowded. So that shows the united how we are, and united we make the progress, will definitely double and fasten the progress wherever we are. സംസ്ഥാന പ്രസിഡന്റ് ടി എൻ രമേശ് അധ്യക്ഷത വഹിച്ചു. BMS ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി MP രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ റിട്ടയർഡ് IAS ശശിധര സംസാരിച്ചു. ജനറൽ സെക്രട്ടറി A പ്രകാശ് സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ P പീതാംബരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് യാത്രയയപ്പ്, അനുമോദനം, സാംസ്കാരിക സമ്മേളനം എന്നിവയും വൈകിട്ട് പൊതുസമ്മേളനവും നടന്നു. കലാസന്ധ്യയും അരങ്ങേറി. ശനിയാഴ്ച നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. സർവീസ് മേഖലയിൽ ജീവനക്കാർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പ്, സമാപന സമ്മേളനം എന്നിവയോടെ സമ്മേളനത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുവാനുള്ള സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം 140 ദിവസത്തിലേക്ക്. സമരം 5 മാസത്തോടടുത്തിട്ടും ബന്ധപ്പെട്ടവരിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടാകാത്തത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം 140 ദിവസം എത്തിയിട്ടും ബന്ധപ്പെട്ടവരിൽ നിന്നും യാതൊരു വിധത്തിലുമുള്ള പ്രതികരണമുണ്ടാകാത്തത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു. വിദ്യാർത്ഥികളും മുതിർന്ന പൗരന്മാരും ഗർഭിണികളും സ്ത്രീകളുമടക്കം നൂറുകണക്കിന് ആളുകൾ നിത്യേന കടന്നുപോകുന്ന രാഘം ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനം അടിയന്തിരമായി ഒരുക്കണമെന്നും പരിഹാരം കാണേണ്ടവർ മൗനം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും നാട്ടുകാർ പറയുന്നു. സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം കണക്കിലെടുത്ത് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകുവാൻ പഞ്ചായത്ത് മുന്നോട്ട് വരണമെന്ന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് സമരസമിതി ഭാരവാഹികൾ ആവശ്യമുന്നയിച്ചു. ആവശ്യം പരിഗണിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് വിഷയത്തിൽ നിയമോപദേശം സ്വീകരിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് സമരസമിതിയെ അറിയിച്ചു. സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനം എന്നത് തങ്ങളുടെ അടിസ്ഥാന അവകാശമാണെന്നും അത് നേടുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും സമരസമിതി പ്രസിഡന്റ് അറിയിച്ചു. അബ്ദുൽ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 2ാം തവണയും വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ MP തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി. രാവിലെ വലിയപറമ്പ് പഞ്ചായത്തിലെ മാവല കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച പര്യടനം രാത്രി 7ഓടെ പടന്ന എടച്ചാക്കയിൽ സമാപിച്ചു. 2ാം ഊഴത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ജനങ്ങളാൽ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്വീകരണ യോഗങ്ങളിൽ പറഞ്ഞു. വ്യാഴാഴ്ച വലിയപറമ്പ്, തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ പഞ്ചായത്തുകളിലെ 20ൽ പരം കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ഇതോടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പര്യടനം നടത്തി. UDF നേതാക്കളായ PK ഫൈസൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, MP ജോസഫ്, AGC ബഷീർ, P കുഞ്ഞിക്കണ്ണൻ, KP പ്രകാശൻ, KV വിജയൻ, M രജീഷ് ബാബു, VV അബ്ദുള്ള ഹാജി, VK ബാവ, TP അഹമ്മദ് ഹാജി, PKM കുട്ടി തുടങ്ങി നിരവധി പേർ വിവിധ കേന്ദ്രങ്ങളിൽ MPക്കൊപ്പമുണ്ടായിരുന്നു. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അനുമോദിച്ചു. ചടങ്ങിൽ വിവിധ തലങ്ങളിൽ ഫുട്ബോൾ മത്സരത്തിൽ വിജയം നേടിയ ടീം അംഗങ്ങളെയും ആദരിച്ചു. നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC +2 പരീക്ഷകളിലും LSS USS NMMS സ്കോളർഷിപ്പ് പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അനുമോദിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് പ്രസിഡന്റ് NA അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കുട്ടികളുള്ള ഈ സ്കൂളിനെ കുറിച്ച് നാട്ടുകാർക്കും അതേപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങനെ രക്ഷിതാക്കൾക്കുമൊക്കെ ഇങ്ങനെ നല്ല സ്കൂളാണ് എന്ന് തോന്നിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയധികം ആളുകൾ, ഇത്രയധികം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠനത്തിനായി എത്തുന്നത്. മാനേജർ M അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ബഷീർ ഹാജി, PP ഉമ്മർ ഹാജി, NM അബ്ദുൾ റസാഖ്, TI മുഹമ്മദ് ആസിഫ്, P നാരായണൻ, S റഫീഖ്, TP മുഹമ്മദ് അലി, PK അനിൽകുമാർ, ബിനോ ജോസഫ്,
KH കുഞ്ഞാലി, മുഹമ്മദ് അസ്ലം, NM ഷിഹാബ് അലി, KH മുഹമ്മദ്, M മുഹമ്മദ് ഹനീഫ, PB അബ്ദുൾ റഹ്മാൻ, അൻവർ ചോക്ലേറ്റ്, ജബ്ബാർ NU, ബർഷീദ് എന്നിവർ സംസാരിച്ചു. സബ് ജൂനിയർ ജില്ലാ സബ് ജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ വിജയം നേടിയ ടീം അംഗങ്ങളെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ തെക്കുംപാട് യുവജന ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. യുവജന ഗ്രന്ഥാലയ ഹാളിൽ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പ് ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെയും ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ തിമിര രോഗനിർണയം ലക്ഷ്യമിട്ട് നടത്തിയ ക്യാമ്പിൽ 75-ൽ പരം പേർ പങ്കെടുത്തു. നിരവധി പേർ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ടു. ഗ്രന്ഥാലയ ഹാളിൽ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പ് ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജാതിയും മതവും നോക്കിയിട്ടാണ് പണ്ടൊക്കെ അത് പറ്റൂല, അത് ഈഴവന്റെ ഹൃദയമാണ്, മുസ്ലിമിന്റെ കിഡ്നിയാണ് എന്നൊക്കെ പറഞ്ഞ് യാഥാസ്ഥിതികന്മാർ ഒരു കാലഘട്ടത്തിൽ വല്ലാതെ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇന്നിപ്പോ മുഹമ്മദിനെയും ജോസഫിന്റെ ഹൃദയം ഫിറ്റാണ്. മനസ്സിലായ? അപ്പൊ നമുക്ക് മതവും ജാതിക്ക് അപ്പുറത്താണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ. VK രതീശൻ അധ്യക്ഷത വഹിച്ചു. നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ N രഞ്ജിത്ത്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K ശിവകുമാർ, KV രാധ, JPH NP ജയശ്രീ, M നീതു, K സത്യചന്ദ്രൻ, C സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ആശാവർക്കർമാരായ TV കവിത, V ജലജ, ലൈബ്രറിയൻ S സുമംഗല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പരിസ്ഥിതി സംരക്ഷണ സന്ദേശത്തിന് ഊന്നൽ നൽകി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പേപ്പർ ബാഗുകൾ നിർമ്മിച്ച് സർക്കാർ ആശുപത്രിയിലേക്ക് നൽകി. ലോക പേപ്പർ ബാഗ് ദിന ആഘോഷ ഭാഗമായാണ് കുട്ടികൾ വേറിട്ട പ്രവർത്തനം നടത്തിയത്. പ്ലാസ്റ്റിക് ബാഗുകളുടെ ദോഷകരമായ സ്വാധീനത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് വിദ്യാർത്ഥികൾ പേപ്പർ ബാഗ് നിർമ്മിച്ചത്. പ്രവൃത്തി പരിചയ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച പേപ്പർ ബാഗുകൾ പ്രദർശിപ്പിച്ച ശേഷം പടന്ന ഗവൺമെൻറ് ആശുപത്രിയിലെ മെഡിക്കൽ സ്റ്റോറിന് സംഭാവന ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നച്ചൂദ ഏറ്റുവാങ്ങി. SRG കൺവീനർ K പ്രകാശ്, VK ശശികല, നഫീസ അബ്ദുസമദ് എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് വിരുദ്ധ വാർത്താ ലേഖന മത്സരവും നടത്തി. വിജയികൾക്ക് സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യൂസഫ് മലാല ദിനാചരണത്തിൻ്റെ ഭാഗമായി വിദ്യാരംഗം ക്ലബിൻ്റെ നേതൃത്വത്തിൽ പുസ്തക പരിചയം ചർച്ചയും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാൽ നൂറ്റാണ്ടിന് ശേഷം വീണ്ടും പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ട ഫണ്ട് സ്വരൂപണവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും 14-ന് നടക്കും. വൈകുന്നേരം 5-ന് നടക്കുന്ന ഫണ്ട് ശേഖരണ ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. ഉത്തര കേരളത്തിലെ പെരുമയേറിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ അടുത്ത വർഷം മാർച്ച് 5 മുതൽ 12 വരെ 8 ദിവസം നീളുന്ന പെരുംകളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. സംഘാടക സമിതിയും 26 ഉപസമിതികളും ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങളും മാസങ്ങളായി നടന്നുവരികയാണ്. 14-ന് വൈകുന്നേരം 5-ന് കഴകം പരിസരത്ത് നടക്കുന്ന ഫണ്ട് ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി കഴകം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഫണ്ട് ഏറ്റുവാങ്ങി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പെരുങ്കളിയാട്ട സംഘാടക സമിതി ഓഫീസ് M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. ലോഗോ പ്രകാശനം TI മധുസൂദനൻ MLA നിർവഹിക്കും. പെരുങ്കളിയാട്ട വെബ്സൈറ്റ് ഉദ്ഘാടനം ആനക്കൈ ബാലകൃഷ്ണൻ നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ആചാരസ്ഥാനികരും സംഘാടക സമിതി കഴകം ഭാരവാഹികളും ഉൾപ്പെടെ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, ട്രഷറർ PP കുഞ്ഞിക്കണ്ണൻ, വർക്കിംഗ് ചെയർമാൻ MV കുഞ്ഞിക്കോരൻ, കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, PV ജനാർദ്ദനൻ, PV ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുസ്ലിം യൂത്ത് ലീഗ് ആലമ്പാടി ശാഖ ഭാരത് ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഫരീദ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ആലമ്പാടി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന ക്യാമ്പ് 10ാം വാർഡ് മെമ്പർ ഫരീദ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഖാസി, 10ാം വാർഡ് മുസ്ലിം ലീഗ് ആക്ടിംഗ് പ്രസിഡന്റ് ഖാദർ എരിയപ്പാടെ, ജനറൽ സെക്രട്ടറി അമീർ ഖാസി, ട്രഷറർ പൊയ്യയിൽ മുഹമ്മദ്, സെക്രട്ടറി ഷെരീഫ് മത്കയിൽ, യൂത്ത് ലീഗ് പ്രസിഡന്റ് മാഹിൻ, ട്രഷറർ റിയാസ് TA,
MSF പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റുക്ഷാദ് ഖാസി, KMCC GCC ആലമ്പാടി കമ്മിറ്റി ജനറൽ സെക്രട്ടറി റൌഫ് ഖാസി, മുസ്ലിം ലീഗ് നേതാക്കളായ ഹമീദ് മിഹ്റാജ്, അബ്ദുൽ ഖാദർ മിഹ്റാജ്, അബ്ദുള്ള ഹാജി, വെളുത്ത അബൂബക്കർച്ച, സിദ്ദിഖ് ചൂരി എന്നിവർ സംബന്ധിച്ചു. ക്യാമ്പിൽ ഒന്നാം ഘട്ടമായി 100ഓളം പേർക്ക് മസ്റ്ററിംഗ് ചെയ്തു കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോയിന്റ് കൗൺസിൽ ജീവനക്കാർക്കൊപ്പം നിലകൊണ്ട സംഘടനയെന്ന് CPI ജില്ലാ സെക്രട്ടറി CP ബാബു. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ജീവനക്കാരുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ അഭിമാനാർഹമായ ഇടപെടലുകൾ നടത്തി ജീവനക്കാർക്കൊപ്പം നിലകൊണ്ട ഒരു സംഘടനയാണ് ജോയിന്റ് കൗൺസിലെന്ന് CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു അഭിപ്രായപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസ് സംഘടന എന്ന നിലയിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരവധിയായ പോരാട്ടങ്ങൾ, അത് ഭരണപക്ഷത്തോ പ്രതിപക്ഷമോ നോക്കാതെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിലെടുക്കുന്നവരോടൊപ്പം നിന്ന് നിരവധിയായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ജീവനക്കാരുടെ ഇടയിൽ വലിയ അംഗീകാരം നേടിയ ഒരു സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദീർഘകാലമായി ജോയിന്റ് കൗൺസിലിനെ മുന്നിൽ നിന്ന് നയിച്ച ഹോസ്ദുർഗ് തഹസിൽദാറായി വിരമിച്ച മണിരാജന് സമ്മേളനത്തിൽ യാത്രയയപ്പും നൽകി. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ മാധവൻ പുറച്ചേരി സാംസ്കാരിക പ്രഭാഷണം നടത്തി. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബംഗളം P കുഞ്ഞികൃഷ്ണൻ, AYF ജില്ലാ സെക്രട്ടറി M ശ്രീജിത്ത്, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, KGOF ജില്ലാ സെക്രട്ടറി ഷിജോ K, SSPC ജില്ലാ സെക്രട്ടറി K കുഞ്ഞിക്കണ്ണൻ നായർ, ജോയിന്റ് കൗൺസിൽ നേതാക്കളായ യമുന രാഘവൻ, ബിജുരാജ് CK, പ്രീത, മാധവൻ മാട്ടുമൽ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് G സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P രാജൻ സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ M നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. 2 ദിവസങ്ങളിലായി വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. 2ാം ദിനത്തിൽ നടത്തിയ പ്രതിനിധി സമ്മേളനം ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സൊവനീർ പ്രകാശനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ AV രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആമിന A അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് E മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പത്മനാഭൻ, സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബിജുരാജ് CK പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ രാജൻ P വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സുനിൽകുമാർ കുണിയേരി ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ദിനേഷ് കുമാർ AK പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം ബാനം ദിവാകരൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KV കൃഷ്ണൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ PP നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഹോംഗാർഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ KV ഉദ്ഘാടനം ചെയ്തു. കേരള ഹോംഗാർഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ഹോംഗാർഡ് സേവനം പൂർത്തിയാക്കി ഹോംഗാർഡ് സേനയിൽ നിന്ന് വിരമിക്കുന്ന നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് രാജൻ പെരിങ്ങേത്തിന് സബ് ഇൻസ്പെക്ടർ DYSP ഓഫീസ് റൈറ്റർ KV മധുസൂദനൻ, ട്രാഫിക് കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ മധു K എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ KV ഉദ്ഘാടനം ചെയ്തു. ഹോംഗാർഡ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AV ബിജു കൂടോൽ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ മധു K, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബാബു കീത്തോൽ, കുഞ്ഞിരാമൻ കണ്ടത്തിൽ, നളരാജൻ PK, മണി K, ജയൻ PK, സന്തോഷ് കുമാർ KK എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K ദാമോദരൻ സ്വാഗതവും ട്രഷറർ മനൂപ് A നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MGML അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പുംപതിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു.
2023-24 സാമ്പത്തിക വർഷം ബജറ്റ് വിഹിതം പൂർണ്ണമായി അനുവദിക്കാത്തത് മൂലം തദ്ദേശ സ്ഥാപനങ്ങളിൽ രൂപപ്പെട്ട ഗുരുതര പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് LGML സംസ്ഥാന കമ്മിറ്റി ജൂലൈ 20 സംഘടിപ്പിക്കുന്ന കളക്ട്രേറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം LGML അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒപ്പുമുതൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മടിയൻ ജംഗ്ഷനിൽ മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കൺവീനർ CK ഇർഷാദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ കൌൺസിലർ A ഹമീദ് ഹാജി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹമീദ് ചേരക്കാടത്ത്, ജോയിന്റ് സെക്രട്ടറി PM ഫാറൂഖ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി, സെക്രട്ടറി ഖാലിദ് അറബിക്കാടത്ത്, ഷീബ ഉമർ, നദീർ കൊത്തിക്കാൽ, K രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. CH ഹംസ സ്വാഗതവും ഹാജറ സലാം നന്ദിയും പറഞ്ഞു. പടന്നക്കാട് നെഹ്റു കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയതായി നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം ശനിയാഴ്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. കബഡി കോർട്ട്, ടെന്നീസ് കോർട്ട്, ടേബിൾ ടെന്നീസ് കോർട്ട്, കാരംസ് എന്നീ മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യം സ്റ്റേഡിയത്തിലുണ്ട്. 5000 സ്ക്വയർ ഫീറ്റാണ് വലിപ്പം. 60 ലക്ഷം ചെലവിട്ടാണ് നിർമ്മിച്ചത്. 55 വർഷമായി മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കോളേജിന്റെ കാലങ്ങളായുള്ള സ്വപ്നമായിരുന്നു ഇൻഡോർ സ്റ്റേഡിയം. മത്സരങ്ങൾ നടത്താൻ പുറമേ നിന്നുള്ളവർക്കും അനുമതി നൽകും. ജില്ലയിലെ മികച്ച ഇൻഡോർ സ്റ്റേഡിയം പരമാവധി പേർക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. സ്റ്റേഡിയത്തിനു പുറമെ കേന്ദ്രീകൃത റിസർച്ച് ലബോറട്ടറി, IQ/AC റൂം, കമ്പ്യൂട്ടർ സയൻസ് ലബോറട്ടറി, കോൺഫറൻസ് ഹാൾ എന്നിവയും ഉദ്ഘാടനത്തിന് ഒരുക്കിയിട്ടുണ്ടെന്ന് നെഹ്റു മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ KCK രാജ, മാനേജർ K രാമനാഥൻ, ഗവർണിംഗ് ബോഡി അംഗം KK നാരായണൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KV മുരളി, KP സതീഷ്, സത്യനാഥ് ഷേണായി, MK സുധീഷ്, V വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് 2 മരണം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ആശങ്കയുയർത്തുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. കേരള NGO സംഘ് സംസ്ഥാന സമ്മേളനം കാസർഗോഡ് പുരോഗമിക്കുന്നു. BMS അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമയി പാണ്ഡ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനമൊരുക്കണമെന്ന ആവശ്യം. സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം 140-ാം ദിവസത്തിലേക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി. മാവില കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച പര്യടനം എടച്ചാക്കയിൽ സമാപിച്ചു. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ട ഫണ്ട് സ്വരൂപണവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും 14-ന് നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പങ്കെടുക്കും. ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക സമ്മേളനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.